പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം. വളരെയധികം വിഷമത്തോടുകൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്, വളരെ വേദനയോടുകൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഈ അടുത്തുണ്ടായ ഒരു സംഭവം അധികം സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങളൊന്നും അത് എത്തിയിട്ടില്ല, ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഒരു സംഭവം നടക്കുന്നത് നോർത്ത് ഇന്ത്യയിലാണ്. നോർത്ത് ഇന്ത്യയിൽ ജാർഖണ്ഡിലാണ് നടക്കുന്ന ഈ ഒരു സംഭവം. നമ്മുടെ നാട്ടിലേക്ക് നാട് കാണാൻ വന്ന 2 ബ്രസീലിയൻ കപ്പിൾസിന് അവർക്കുണ്ടായ ഒരു ദുരനുഭവത്തെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങൾക്ക് മുമ്പായിട്ട് നമ്മുടെ നാട് കാണാൻ വന്ന 2 ബ്രസീലിയൻ കപ്പിൾ, അവർ കേരളം, തമിഴ്നാട് മുതലായ എല്ലാ സംസ്ഥാനങ്ങളും കണ്ടു. അതിനുശേഷം അവർ ജാർഖണ്ഡ് ഏരിയയിലേക്ക് പോയൊരു സമയത്ത് അവരെ ബ്രൂട്ടലായിട്ട് അവിടെ നിന്ന് റേപ്പ് ചെയ്യപ്പെട്ടു. അവർ ചില കപ്പിളാണ്, ബൈക്കിൽ യാത്രയാണ് ചെയ്തിരുന്നത്. ബൈക്കിലാണ് അവർ കംപ്ലീറ്റ് യാത്ര അവർ ചെയ്തിട്ടുള്ളത്. പക്ഷെ അവർ ജാർഖണ്ഡിലെത്തിയ സമയത്ത് അവരെ ഒരു ഫോറസ്റ്റ് വിസിറ്റ് ചെയ്യാൻ പോയ സമയത്ത് ആ ഒരു ഏരിയയിൽ നിന്നാണ് അവർക്ക് ഈ ഒരു ദുരനുഭവം ഉണ്ടായിട്ടുള്ളത്. കാരണം 7 ആളുകൾ ചേർന്ന് ആ ഒരു സ്ത്രീയെ അവരുടെ ഹസ്ബൻഡിൻ്റെ മുമ്പിൽ വെച്ചിട്ട് റേപ്പ് ചെയ്യപ്പെട്ടു. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിനെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വളരെ മോശമായി കാണിക്കുന്ന രീതിയിലേക്കുള്ളൊരു സംഭവമായിട്ട് മാറിപ്പോയിട്ടുണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു കുറ്റം ചെയ്ത ആളുകളെ നിയമത്തിന് മുമ്പിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് തക്കതായ ശിക്ഷ കിട്ടണമെന്ന് തന്നെയാണ് ഒരു സാധാരണക്കാരനായ ഒരു നിലയിൽ എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ദുരനുഭവം മറ്റൊരു രാജ്യത്തിലെ ആളുകൾക്ക് ഉണ്ടാവണമെങ്കിൽ എല്ലാ ആളുകളുടെ മുമ്പിലും നമ്മളെ രാജ്യത്തിന് വളരെയധികം മോശമായ രീതിയിലേക്ക് ചിത്രീകരിക്കപ്പെടും. അപ്പം ഇതെൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു ഒപ്പീനിയനാണ്. അപ്പം ഈ ഒരു ന്യൂസ് അധികമായിട്ട് പുറത്തോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് കാര്യങ്ങളൊന്നും സോഷ്യൽ മീഡിയയിലോ അതേപോലെ ന്യൂസ് ചാനലൊന്നും അധികം കണ്ടിട്ടില്ല. വളരെ കുറച്ച് ആളുകളുടെ സ്റ്റോറി കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പം ഈ ഒരു അവസ്ഥ ഇനിയൊരാൾക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം അവർക്ക് ആ ഒരു നീതി കിട്ടുന്നവരെ നമ്മൾ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാം. അപ്പം ഇനിയൊരു അവസ്ഥ ഇനിയൊരാൾക്കും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമ്മൾ പല ഇപ്പോൾ എന്ന് വെച്ചാൽ ഈ യാത്രകൾ സ്നേഹിക്കുന്ന പല ആളുകളും പെൺകുട്ടികളായാലും അതേപോലെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ആൺകുട്ടികളായാലും പല രാജ്യങ്ങളിലും യാത്ര ചെയ്യുന്ന ആളുകളാണ്. ഇപ്പോഴത്തെ ഒരു സമൂഹം എന്ന് പറയുന്നത് യാത്രകളെ വളരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. അപ്പം ഒരു ആൾക്ക് പേടിയില്ലാതെ മറ്റൊരു രാജ്യത്തേക്കോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ പോകണമെങ്കിൽ ഇത്തരത്തിലുള്ള ക്രൈമുകൾ വർദ്ധിച്ചു വന്നാൽ ആ ഒരു യാത്രയ്ക്ക് അത് ബുദ്ധിമുട്ട് കാര്യങ്ങളായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള യാത്രകളും കാര്യങ്ങളും ചെയ്യുന്ന ആളുകൾക്ക് ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ അവർക്കൊരു ധൈര്യം കിട്ടണമെങ്കിൽ ഇത്തരത്തിലുള്ള കേസുകൾ കാര്യങ്ങൾ ഇല്ലാതാവണം. അപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു ന്യൂസ് എത്ര ശ്രദ്ധിക്കപ്പെടാത്തത് എന്നുള്ള അറിയില്ല. കാരണം നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുള്ള ഒരു വിദേശിയായിട്ടുള്ള ഒരാൾക്ക് ഇത്രയും വലിയൊരു രീതിയിലുള്ള ദുരനുഭവം തന്നെ ഉണ്ടായിട്ടുള്ളത്. 7 ആളുകൾ ചേർന്നിട്ട് അവരുടെ ഹസ്ബൻഡിന് മുമ്പിൽ വെച്ചിട്ട് അവരെ റേപ്പ് ചെയ്യപ്പെട്ടൊരവസ്ഥ. ആ ഒരു വീഡിയോ അവരുടെ കുറച്ച് അവരുടെ സ്റ്റോറി കാര്യങ്ങളായിട്ടാണ് പുറത്തെത്തിയിട്ടുള്ളത്. അപ്പം അവർ അവരുടേതായിട്ടുള്ള എംബസി മുഖാന്തരം കേസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നാണ് ആ ഒരു വീഡിയോ മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എത്രത്തോളം ആയിട്ടുണ്ട്, എത്രത്തോളം ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നൊന്നും കറക്റ്റായിട്ടുള്ള വിവരം കിട്ടിയിട്ടില്ല. ഞാൻ കണ്ടത് 3 ആളുകളെ അറസ്റ്റ് ചെയ്തു, ബാക്കിയുള്ള ആളുകളിലേക്ക് നോക്കുന്നു എന്നുള്ള രീതിയിലാണ് കണ്ടിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള പിക്ചർ കാര്യങ്ങൾ കിട്ടിയിട്ടില്ല. കാരണം ന്യൂസുകൾ മലയാളം ചാനലിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇതൊരു ഇംഗ്ലീഷ് ചാനലിൽ കണ്ടൊരു ന്യൂസാണ്. അപ്പോൾ അതുപോലെ തന്നെ 1-2 ആളുകളുടെ സ്റ്റോറികൾ കണ്ടു. എൻ്റെ സുഹൃത്തുക്കൾ 1-2 ആളുകളുടെ സ്റ്റോറികൾ കണ്ടു, 2-3 ആളുകൾ റീൽസ് കണ്ടു, അത്രേ ഉള്ളൂ. അല്ലാതെ ഈ ഒരു വൈഡായിട്ടുള്ളൊരു രീതിയിലേക്ക് ഇത് ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം എത്രയും പെട്ടെന്ന് സമൂഹത്തിന് മുമ്പിലേക്ക് എത്തട്ടെ, ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ കുറയട്ടെ, കുറ്റങ്ങൾ ചെയ്ത ആളുകൾക്ക് തക്കതായ ശിക്ഷകൾ കിട്ടട്ടെ. അപ്പം ആ ഒരു രീതിയിലേക്ക് ഇത് ഏറ്റെടുക്കുക, അവർക്ക് നീതി കിട്ടട്ടെ. അവർക്ക് നീതി കിട്ടുന്നവരെ നമ്മളെ കൊണ്ട് ചെയ്യാനാവുന്ന രീതിയിലുള്ള സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് അവർക്ക് മറ്റുള്ള രാജ്യത്തിന് മുമ്പിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു പേര് ഉയർത്തി കാണിക്കുന്ന രീതിയിലേക്ക് നമ്മളെല്ലാവരും മുന്നോട്ട് വരിക. മറ്റുള്ള രാജ്യത്തിന് മുന്നിൽ നമ്മുടെ രാജ്യത്തിനുണ്ടായ ഈ ഒരു അപമാനം അല്ലെങ്കിൽ രാജ്യത്തിനുണ്ടായ ഈ ഒരു കളങ്കം നമുക്ക് അത് മാറണമെങ്കിൽ ഈ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അവർക്ക് ആ ഒരു തക്കതായ ശിക്ഷ കിട്ടുന്നവരെ നമുക്ക് പോരാടാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അനുഭവം മറ്റൊരാൾക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും മാക്സിമം ന്യൂസ് കാരണം ഷെയർ ചെയ്തിട്ട് ആ ഒരു കുറ്റവാളികൾക്ക് തക്കതായ ശിക്ഷ കിട്ടുന്നവരെ, അവർക്ക് ആ ഒരു സ്ത്രീക്ക് നീതി കിട്ടുന്നവരെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പോരാടുക. അപ്പോൾ ഈ ഒരു ദമ്പതികൾക്ക് നടന്ന ഈ ഒരു ദുരനുഭവം ഇനിയൊരാൾക്കും ഉണ്ടാവാൻ പാടില്ല. അപ്പം ഈ ഒരു ന്യൂസ് അത്ര രീതിയിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അധികം ന്യൂസ് കാര്യങ്ങളൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ അവർക്ക് മാക്സിമം നീതി കിട്ടുന്നവരെ നമുക്ക് എല്ലാവർക്കും അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാം. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഇറ്റ് ഈസ് മീ സൈനിങ് ഓഫ്, ഫാസിൽ.